ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നില മെച്ചപ്പെടുത്താൻ മുൻ മന്ത്രിമാരെ അങ്കത്തട്ടിലിറക്കാൻ ആലോചിച്ച് ഇടതുമുന്നണി. മുൻ മന്ത്രിമാരായ ടി.എം. തോമസ് ഐസക്, സി രവീന്ദ്രനാഥ്, ജി സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, കെ ശൈലജ, വി.എസ്. സുനിൽകുമാർ എന്നിവരാണ് പരിഗണനയിലുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF വിജയിച്ച ഏക മണ്ഡലമായ ആലപ്പുഴയിലും സ്ഥാനാർത്ഥിയെ മാറ്റി ജയമുറപ്പിക്കാനാണ് CPM-ന്റെ ആലോചന. രാഷ്ട്രീയമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതിലും വലിയ തിരിച്ചടിക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്നാൽ കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളും സംഘടനാ സംവിധാനത്തിലെ പോരായ്മകളും UDF-നും തലവേദനയാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ മികച്ച പ്രകടനം നടത്തിയ മന്ത്രിമാരെ രംഗത്തിറക്കി സർക്കാരിനെതിരായ വികാരത്തെ പ്രതിരോധിക്കാനാണ് ഇടതുമുന്നണി ഉന്നം വയ്ക്കുന്നത്. മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിലേക്കാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. ഐസക് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി തന്റെ പ്രവർത്തന മേഖലയായി തെരഞ്ഞെടുത്തിരിക്കുന്നതും പത്തനംതിട്ടയാണ്. ആറ്റിങ്ങലിൽ CPM ജില്ലാ സെക്രട്ടറി വി ജോയി, A റഹീം, സമ്പത്ത് എന്നിവരുടെ പേര് ആലോചനയിലുണ്ടെങ്കിലും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. ആലപ്പുഴയിൽ നിലവിലെ അംഗമായ AM ആരിഫിനേക്കാൾ ജയസാധ്യത കൽപ്പിക്കുന്നത് മുൻ മന്ത്രി ജി സുധാകരനാണ്. സുധാകരൻ താൽപര്യപ്പെട്ടില്ലെങ്കിൽ ഐസക്കിനെയോ CS സുജാതയോ പരിഗണിക്കാനും സാധ്യതയുണ്ട്. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ പേരാണ് പ്രഥമ പരിഗണനയിലുള്ളത്. തൃശൂരിൽ മുൻ കൃഷിമന്ത്രി V.S. സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകുന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ MLA കൂടിയായ കെ ശൈലജ ടീച്ചറിനെ കണ്ണൂരിലേക്ക് പരിഗണിക്കാനും സാധ്യതയുണ്ട്. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ഈ 6 മന്ത്രിമാരെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ഇവരെ മാറ്റി നിർത്തിയതിന്റെ പഴിമാറ്റാനും തുടർഭരണം സാധ്യമാക്കിയ സർക്കാരിന്റെ ഇമേജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് പകരാനുമാണ് ലക്ഷ്യം വെക്കുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.